അല്ലെങ്കിൽ 5 ഉറുപ്പ്യ ഉണ്ടായി എന്നും തൊണ്ടിലാട്ടല്ലോ ഇന്ന് കുട്ടീനെ തൊള്ളയിലാട്ടല്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യല്ലാതെ ഒരു മാർഗവും ഡോക്ടർ എത്തൂല, ഉറപ്പാണ്. അപ്പൊ കുട്ടി ഇങ്ങനെ ആകണം, അങ്ങനെ ആകണം. ആ സമയത്ത് കുട്ടീനോട് വാങ്ങുക, എന്നിട്ട് കമഴ്ത്തി പിടിക്കുക, ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം, തൊള്ളിയും മൂക്കും ഒഴിവാക്കുക. എന്നിട്ട് മുട്ടിൻകാൽമേൽ ഇങ്ങനെ വെക്കുക, ഉണ്ടോ? ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കേട്ടോ, ഇരിക്കുകയാണെങ്കിൽ ഈ കാല് നീട്ടി വെച്ച് മറ്റേ കാല് കുത്തി വെച്ചിട്ട് ഈ കാല് വെക്ക് വെച്ചാൽ പറ്റ കുത്തനല്ല, ഒരു 45 ഡിഗ്രിയാണ്, അളക്കൊന്നും വേണ്ട, സുമാറ്. എന്നിട്ട് 2 പുറംകെട്ടൻ്റെ ഇടയിൽ ഉറക്കം അടിക്കുക, നന്നായിട്ട് അടിക്കണം. ഇതാ ഇങ്ങനെ മുന്നോട്ട് അടിക്കണ്ടേ, ഇങ്ങനെ 1 2 3 4 5 കണ്ടോ, 5 അടി അടിക്കാവൂ. അതിൽ ആദ്യത്തേന് തന്നെ പോന്നതിന്റെ ബാക്കി തേക്കായിരിക്കും. അപ്പൊ 5 അടിന്റെ ഇടയിൽ പോരുകയാണെങ്കിൽ അതുവരെ അടിച്ചാൽ മതി. പോന്നിട്ടില്ലെങ്കിൽ ഈ കാല് മുന്നോട്ട് വെക്കുക, ഈ കുട്ടീനെ മലർത്തി പിടിക്കുക. കഴുത്തുറക്കാത്ത കുട്ടിയായിരിക്കും, അതുകൊണ്ട് തല, കഴുത്ത്, ബോഡി ഒക്കെ നമ്മളെ കയ്യിലായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ വെക്കുക. നേരത്തെ വെച്ച അതേമാതിരിയാണ്, പക്ഷെ മലർത്തിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നെഞ്ചിന്റെ സെന്ററിൽ 2 വിരലിൽ ഇങ്ങനെ വെക്കുക. ഇത് നന്നായിട്ട് അമർത്തുക. ഇതിൽ പോരാനല്ല, അത് കുട്ടിന്റെ ഹാർട്ട് വർക്ക് ചെയ്യിക്കുകയാണ്. 1 2 3 4 5 5 ചെസ്റ്റ് ത്രസ്റ്റ് അല്ലെങ്കിൽ 5 ചെസ്റ്റ് കംപ്രഷൻ അങ്ങനെ കൊടുത്തു. ഇതിൽ കുട്ടി നീല കളറായി തുടങ്ങി, ശ്വാസം കിട്ടാഞ്ഞിട്ട്. വീണ്ടും വേഗം അടിക്കുക, അടിച്ചില്ലേ കുട്ടിനെ കിട്ടൂല, ഉറപ്പാ. ഇതാ അടിക്കുമ്പോൾ ഇവിടെ ഒഴിവാക്കണേ. ഇങ്ങനെ വെച്ച് അടിച്ചാലേ 5 ഉറുപ്പ്യ ഇങ്ങോട്ട് ഒരു ആടന്നെ പോയി കൈമ തട്ടിയിട്ടേ. അപ്പൊ ഇങ്ങനെ കണ്ടോ, 1 2 3 കുട്ടിയായിട്ട് ഓരോളിക്കും എന്തെങ്കിലും സാധനം പുറത്തേക്ക് വരും, ഉറപ്പാണ്. വാവിരുന്ന് ഇതൊക്കെ പഠിപ്പിച്ച് പോകുന്നതിന്റെ അന്ന് രാത്രി ഒരു ഉമ്മന്റെ മോതിരാണ് കുട്ടീനെ തൊണ്ടേക്ക് പോയത്. പക്ഷെ മോതിരം ഇങ്ങനെയാണ് കുടുങ്ങി വെച്ചാൽ കുഴപ്പമില്ല, അതിങ്ങനെ വിലങ്ങടിച്ചാൽ മതി. അങ്ങനെ ആകെ ബേജാറായി, പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടായി. അത് വെച്ചടിച്ച് മോതിരം പുറത്തേക്ക് വന്നില്ല, പക്ഷെ എന്തിട്ടി കുട്ടിക്ക് ശ്വാസം കിട്ടി. അങ്ങനെ പാല കൊടുത്തപ്പോൾ കുടിക്കുന്നുണ്ട്. അവസാനം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, മോതിരം പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം. കാരണം 2 വഴിയുള്ളൂ, ഒന്ന് ശ്വാസവസ്ഥക്ക് പോകും, അല്ലെങ്കിൽ നേരെ നമ്മൾ അന്നനാളം വഴി അങ്ങനെ അപ്പിയിടുമ്പോൾ അതിലുണ്ടാവും, കുറച്ച് മാറ്റമൊക്കെ പോകുന്നു മോതിരത്തിൻ്റെ. അപ്പോൾ അങ്ങനെ ആ ഉമ്മ വല്ലാത്ത ധൈര്യം കേട്ടോ, അത് വെച്ചുകൊണ്ട് കഞ്ഞികൂർക്കലും കൊടുത്തിട്ട് ഊറിന് വരെ. ഞാൻ ഇവിടേക്ക് പോകാൻ വേണ്ടിയിരുന്നു, മദറിൽ പോകാൻ വേണ്ടി. ഒരു കൊണ്ടുപോകാതെ ഇങ്ങനെ കത്തുന്നു, കുട്ടി ദൂരട്ടായിരുന്നു. ഏതായാലും അപ്പിയിട്ടപ്പോൾ അതിലുണ്ടായി, മോതിരണ്ടായി. എന്നിട്ട് സുബൈക്ക് പെരുമ്പില്ല, കിട്ടി മോതിരം കിട്ടിയത് മുദ്രമാക്കി. അപ്പൊ അതുകൊണ്ട് എന്താ കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടീൻ്റെ ബട്ടനോ, കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടത്തിന്റെ ചക്രമോ, അണ്ടിപ്പരിപ്പോ എന്തും പോവാം, കടലമണിയോ മാലമുത്തോ ഒക്കെ പോവാം, കളറിന്റെ. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചാൽ ഈ അടി മറക്കരുത്. ഇത് ഉമ്മാര് ചെയ്യണം, അമ്മമാര് ചെയ്യണം. വേറെ ആരെയും വിളിച്ചു വിട്ടുമ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? തരിപ്പ് പോയാൽ ഈ പണിയൊന്നും